അല്ലാഹുവിന്റെ റസൂലേ, സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പെണ്ണുങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ. പുരുഷന്മാരെ കൂട്ടത്തിൽ ഏറ്റവും നല്ല പുരുഷന്മാര് സ്വന്തം ഇണയോട് നല്ല സ്വഭാവത്തിൽ ജീവിക്കുന്ന, കടപ്പാടുകൾ നിർവഹിക്കുന്ന നല്ല പുരുഷന്മാരാണ്. അതേ സമയത്ത് സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്ത്രീകളാരാണ്? തങ്ങൾ പറഞ്ഞു, അല്ലത്തി തസുറുഹു ഇദാ നളറ, സ്വന്തം ഇണയൊന്ന് നോക്കിയാൽ സന്തോഷം പകരുന്ന പെണ്ണാണ്. നോട്ടത്തിൽ തന്നെ സന്തോഷമുണ്ടോ? ഉണ്ട്. ഒന്ന് നോക്കുമ്പോഴേക്ക് സന്തോഷം പകരാനുള്ള കഴിവ് ഉമ്മമാരെ നിങ്ങളിൽ ഉണ്ടാകണം, സഹോദരിമാരെ ഉണ്ടാകണം. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്ത്രീകളുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചപ്പോ 10 തരം സ്വഭാവമുള്ള സ്ത്രീകളുണ്ട്. ആ 10 തരം സ്വഭാവമുള്ള സ്ത്രീകളും 10 ജീവികളുടെ സ്വഭാവത്തോട് സാദൃശ്യപ്പെട്ടവരാണ്. ഞാനത് പറയാം. ആ സ്വഭാവങ്ങളൊന്നും നമുക്ക് യോജിച്ചതല്ല, നമുക്കുചിതമായതല്ല. നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കാം. നല്ല സ്വഭാവത്തിന്റെ രൂപമാണ് അല്ലത്തി തസുറുഹു ഇദാ നളറ, നോക്കിയാലൊന്ന് സന്തോഷം. ഭർത്താവ് ഒന്ന് വീട്ടിലേക്ക് വന്നു, ഒന്നിങ്ങനെ നോക്കി ഇണയുടെ മുഖത്ത് നോക്കുമ്പോഴേക്ക് അൽഹംദുലില്ലാ മനസ്സിലൊരു വിഷമം കൊണ്ട്, ഒരു ബേജാറും കൊണ്ടേന്ന് വന്നിരുന്നത്. പക്ഷെ ഇണയുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയപ്പോഴേക്ക് സന്തോഷായി. അവിടുന്ന് ഇങ്ങോട്ട് സന്തോഷം പകരണം, സ്നേഹം പകരണം, സന്തോഷം പകരണം. ആ രീതിയിൽ ഒരു നോട്ടം നോക്കുമ്പോഴേക്ക് നല്ല കാര്യങ്ങൾ കൽപ്പിക്കുമ്പോൾ അതിന് വിധേയപ്പെടണം, അനുസരിക്കണം. ആ അനുസരണത്തിന്റെ ഭംഗിയും ശക്തിയും കുറഞ്ഞു പോകരുത്. വലാ തുഖാലിഫുഹു ഫീ നഫ്സിഹാ, സ്വന്തം ശരീരത്തിൽ ഭർത്താവിനോട് എതിരാകരുത്. വലാ ഫീ മാലിഹാ, അവളുടെ സമ്പത്തിലും എതിരാകരുത്. ബിമാ യക്റഹു, ഭർത്താവ് വെറുക്കുന്ന ഒന്നുകൊണ്ട് എതിരാകരുത്. സ്വന്തം ശരീരത്തിൽ ഭർത്താവിന് വെറുക്കുന്ന ഒരു സംഗതിയുണ്ട്. ആ സംഗതി ആ പെണ്ണ് നീക്കേണ്ടതുണ്ട്. ഭർത്താവിന് നല്ല യോജിപ്പുള്ള രീതിയിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ഖൈറായ ഹലാലായ രീതിയിൽ വിധേയപ്പെട്ടു കൊടുക്കണം. നല്ല സന്തോഷത്തോടുകൂടെ ഭർത്താവ് സ്വന്തം ശരീരത്തിന്റെ ആഗ്രഹ സഫലീകരണത്തിന് വരുമ്പോ മടിയായി ഭർത്താവിന്റെ താല്പര്യങ്ങൾക്കൊന്നും നിന്നുകൊടുക്കാതെ, ഭർത്താവിന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റി കൊടുക്കാതെ മറ്റുള്ള പലരോടും ബന്ധങ്ങളും പ്രേമങ്ങളും സ്ഥാപിച്ച് സ്വന്തം ഭർത്താവിന് വിഷമങ്ങളും കാര്യങ്ങളും വരുമ്പോ സാമ്പത്തികമായി ഒരു നിലക്കും സഹായിക്കാതെ, സഹകരിക്കാതെ സ്വാർത്ഥതയുമായി കഴിയുന്ന പെണ്ണാകരുത്. ജീവിതമല്ലേ, കൂട്ടുജീവിതമല്ലേ, ശരീരം കൊണ്ട് സഹകരിക്കും പോലെ സമ്പത്ത് കൊണ്ടും സഹകരിക്കേണ്ടതുണ്ട്. അതും സ്നേഹത്തിന്റെ ഒരു ഭാഗമാണ്. സമ്പത്ത് കൊണ്ട് ഭർത്താവിന് എതിരാകുന്ന ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോ ഒരിക്കലും വഞ്ചനാ രൂപത്തിലോ അക്രമത്തിന്റെ രൂപത്തിലോ ഒരു കാര്യങ്ങളും ഭർത്താവിനോട് വിയോജിച്ചുകൊണ്ട് ഭാര്യയിൽ നിന്ന് ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ഇത് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നിസ്കരിച്ചത് കൊണ്ട് മാത്രമായില്ല. അൽ മർഅതു ഇദാ സല്ലത്ത് ഖംസഹാ, ഒരു പെണ്ണ് 5 വക്ത് നിസ്കാരം നിസ്കരിച്ചു, സുന്നത്തൊന്നും തങ്ങൾ എണ്ണിയില്ല, 5 വക്ത് നിസ്കാരം. വസ്വാമത്ത് ശഹ്റഹാ, റമളാൻ മാസം നോമ്പ് നോറ്റു, സുന്നത്ത് നോമ്പും അവിടെ എണ്ണിയിട്ടില്ല കേട്ടോ. വഅഹ്സനത്ത് ഫർജഹാ, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. മൂന്നാമത്തത് സ്വകാര്യത കാത്തു സൂക്ഷിച്ചു. സ്വകാര്യത മറ്റുള്ളവർക്ക് പണയം വെച്ചില്ല. ഇവിടെ ഭക്ഷണവും ഇവിടെ താമസവും തന്റെ സ്വകാര്യതയും തന്റെ പ്രേമവും വേറൊരാളോട്. മക്കള് 3 എണ്ണമായി, 4 എണ്ണമായി, 5 എണ്ണമായി. എത്ര ഇടങ്ങേറാ സഹോദരങ്ങളെ സൃഷ്ടിക്കുന്നത്. ഇവിടെ എല്ലാ ചെലവും ഭക്ഷണവും മറ്റുമൊക്കെ. പക്ഷേ സ്വന്തം ശരീരത്തിന്റെ സ്വകാര്യത മറ്റുള്ളവർക്ക് സമർപ്പിക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണ് നല്ല പെണ്ണല്ല, ആഖിറത്തിൽ രക്ഷപ്പെടുന്ന പെണ്ണല്ല. നിസ്കാരവും നോമ്പും പറഞ്ഞു മൂന്നാമത് എണ്ണിയത് നോക്ക് നിങ്ങള്. വഹസനത്ത് ഫർജഹാ, സ്വകാര്യത കാത്തു സൂക്ഷിച്ചു, പരിരക്ഷിച്ചു. വഅത്വഅത്ത് ബഅലഹാ, ഭർത്താവിനെ അനുസരിച്ച് ജീവിച്ചു.
ഭർത്താവ് എല്ലാ നിലക്കും ചെലവ് കൊടുക്കുന്നുണ്ട്, സൂക്ഷിക്കുന്നുണ്ട്, സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഭർത്താവ് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാൽ മതി, മാറ്റി പുറത്തിറങ്ങിപ്പോയി തന്റെ ആവശ്യങ്ങളും താല്പര്യങ്ങളും യാത്രകളും മറ്റുമൊക്കെ നിർവഹിച്ച് പോകേണ്ടിടങ്ങളിലൊക്കെ പോയി കാണേണ്ടവരൊക്കെ കണ്ട് അതിനൊക്കെ ഫ്രീഡം എനിക്കുണ്ട് എന്നൊക്കെ വാദിച്ച് വേണമെങ്കിൽ അതിനേതെങ്കിലും ഒരു സപ്പോർട്ടും സ്ഥാപിച്ച് അങ്ങനെ ജീവിക്കുന്ന പെണ്ണിനെ പറ്റിയല്ല പറഞ്ഞത്. ഭർത്താവിന് അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. ഖൈറായ ഏത് മേഖലയിലും അനുസരിക്കണം. ഇസ്ലാം ദീന് വിലക്കിയ ഒരു കാര്യങ്ങളും അനുസരിക്കാൻ പാടില്ല. ഇസ്ലാം അനുശാസിക്കുന്ന അംഗീകരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അനുസരിക്കണം. ഫൽതദ്ഖുൽ മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശാഅത്ത്. ആ പെണ്ണിന് സ്വർഗ്ഗത്തിന്റെ ഏത് കവാടത്തിലൂടെയും പ്രവേശിക്കാം. ഏത് കവാടവും ആ പെണ്ണിന് തുറക്കപ്പെടും. ഈ 4 സ്വഭാവങ്ങളുള്ള പെണ്ണിന് ഉമ്മമാരെ നിസ്കാരം മാത്രം പോരാ, നോമ്പ് മാത്രം പോരാ, സ്വകാര്യത പരിരക്ഷിക്കുന്ന സ്വഭാവം വേണം. സ്വകാര്യത സൂക്ഷിക്കുന്ന സ്വഭാവം വേണം. അത് ഈ കാലഘട്ടത്തിൽ പറയേണ്ട ഒരു പ്രത്യേക ഉപദേശമാണ്. നിങ്ങളെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് ആര് വിളിച്ചാലും അവരാ വിളിച്ചു അവരോട് പറയേണ്ടത് പറഞ്ഞു എന്നല്ലാതെ പിന്നെ ഒരു ബന്ധം പുലർത്തുന്ന സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. എത്ര കുടുംബജീവിതങ്ങളാ തകർന്നത്. അപ്പൊ ഈ പെണ്ണിന് തോന്നുന്നു നല്ലോണം സംസാരിക്കുന്ന ആളാണല്ലോ, ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കട്ടെ, ഒന്നുകൂടി വിളിച്ചു. അപ്പൊ അപ്പുറത്തുള്ള ആൾക്ക് തോന്നി ഇത് ഒരു വല വിരിച്ചാല് വലയിൽ കുടുങ്ങുന്ന ഒരു മീനാണല്ലോ, മത്സ്യമാണല്ലോ, ഒന്നുകൂടി വല വിരിക്കാൻ തോന്നി. അയാള് പിന്നെയും നേരം നോക്കി വിളിച്ചു, പിന്നെയും ഇവിടുന്ന് അങ്ങോട്ട് മറുപടി പറഞ്ഞു, പിന്നെയും വിളിച്ചു മറുപടി പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചന്റെ സംസാരം കൊണ്ട് 25 വർഷമുള്ള ജീവിതം നഷ്ടപ്പെട്ടു. മക്കള് 4 നമ്മൾ ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് സ്വകാര്യത സൂക്ഷിക്കാത്തതിന്റെ ഒറ്റ കുഴപ്പാണ്. 4 മക്കളെയും വഴിയാധാരമാക്കിയിട്ട് ആ പെണ്ണിറങ്ങി. അപ്പുറത്താ ഭർത്താവിന് 5 മക്കൾ, വിവാഹപ്രായമെത്തിയ 2 മക്കളും പഠിച്ചുകൊണ്ടിരിക്കുന്ന 3 കുട്ടികളും അവരെ വഴിയാധാരമാക്കിയിട്ട് ആ ഭർത്താവ് ഇറങ്ങി. ലാസ്റ്റ് എന്താ ജീവിതത്തിന്റെ ഗതി ഉണ്ടായത്? പിന്നെ അവർ പൊരുത്തക്കേടിലായിട്ട് രണ്ട് ഭാഗത്തായി തൂങ്ങി. അല്ലാഹു തആല കൊടുത്തൊരു ശിക്ഷ നോക്ക് നിങ്ങൾ. ഹലാലായ നിലക്ക് സന്തോഷമുള്ള ജീവിതം കൊടുത്തിട്ട് സ്വകാര്യത പരിരക്ഷിക്കാനുള്ള കഴിവ് വേണം സഹോദരിമാരെ. അതാർക്കും പരിചയപ്പെടുത്തരുത്, ആർക്കും പണയപ്പെടുത്തരുത്. സ്വന്തം ഇണക്ക് വേണ്ടി അല്ലാഹു തആല ഹലാലാക്കിയ എന്തെല്ലാം സൗകുമാര്യതകൾ നിങ്ങളിൽ അല്ലാഹു തആല തന്നിട്ടുണ്ടോ, മറ്റൊരാളെ മുന്നിൽ അത് പരിചയപ്പെടുത്തരുത്, പണയപ്പെടുത്തരുത്. വശ്യമായ സംസാരം, സ്നേഹപരമായ സംസാരം, കൊഞ്ചിക്കുഴയുന്ന സംസാരം, അതിനല്ലാഹു നിങ്ങൾക്ക് ആളെ തന്നിട്ടുണ്ട്. അതാണ് നിങ്ങളെ ഇണ. വേണ്ടുവോളം നിങ്ങൾക്ക് സംസാരിക്കാം. ആ സംസാരം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോ അവരെ ശരീരത്തിലുള്ള പിശാച് മൂർച്ച കൂട്ടുന്നു. അവരുടെ കൂടെ ജീവിക്കുന്ന ഇണയെ കൈയച്ചുകൊണ്ട് ഇപ്പുറവും അപ്പുറവും ബന്ധിപ്പിക്കുന്നു. പാടില്ല സഹോദരങ്ങളെ. അനുസരണം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭർത്താവിനെ അനുസരിക്കുന്നത് കൊണ്ട് ഭാര്യ സ്വർഗത്തിലെത്തുന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ അനുസരണം കൊണ്ട് ഭാര്യക്ക് മാത്രമല്ല, ഭാര്യയുടെ ഉപ്പക്കും ഉമ്മക്കും വരെ അല്ലാഹു സ്വർഗം കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ കാലത്തൊക്കെയുള്ള അനുസരണം നോക്ക് നിങ്ങൾ. ഇന്ന് പലതിന്റെയും പേര് പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ഭർത്താക്കന്മാര് ജോലി മതിയാക്കിയിട്ട് ക്ഷീണം കൊണ്ട് ഉച്ചക്ക് വീട്ടിൽ വന്നു നോക്കുമ്പോ ഉച്ചക്ക് ആളെ കാണുന്നില്ല. കാരണം ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല, വരുന്ന വിവരൊന്നും കിട്ടിയിട്ടില്ല. ഭർത്താവ് സാധാരണ 5:30-6 മണിക്കാണ് എത്താറുള്ളത്. അത് കണ്ട് ഇറങ്ങിയതാണ്. എങ്ങോട്ട്? അവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, തേങ്ങാ പുണ്ണാക്ക് ഫെസ്റ്റിവല്. കാണുന്ന പോസ്റ്റർ ഒട്ടിച്ച മുഴുവൻ ആഘോഷങ്ങൾക്ക് ഇറങ്ങാൻ. എന്നിട്ട് അവിടെ കാണുന്ന ആളുകളോടൊക്കെ കിന്നരിക്കാൻ. പിന്നെ എന്ത് കൂട്ടുജീവിത, എന്ത് സ്നേഹജീവിതാണ്, എന്ത് സന്തോഷമുള്ള ഇസ്ലാമിക ജീവിത സഹോദരങ്ങളെ. തിരിച്ചു വന്നു നോക്കി ഇയാൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലെത്തി നോക്കുമ്പോ വീട്ടിലാരുമില്ല. വിളിച്ചു നോക്കുമ്പോ താക്കോൽ അവിടെ, ഞാൻ അർജന്റ് ആയിട്ടൊരു സംഗതിക്ക് പുറത്തിറങ്ങി പോകുന്നതാണ്.
എവിടെയുള്ളത്? ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്. അർജന്റ് എന്താ അറിയാൻ വേണ്ടിയിട്ട് ഭർത്താവ് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വാഹനം എടുത്ത് പോയി നോക്കുമ്പോ ഭർത്താവ് കാണുന്ന കാഴ്ച എന്താ പറയുക? നിങ്ങൾ ഫെസ്റ്റിവലിന് പോയോർത്തുനിന്ന് ഒരു കസേര അപ്പുറത്തും ഇപ്പുറത്തിട്ട് ഒരാളോട് അങ്ങനെ കിന്നരിക്കാൻ. അപ്പൊ അപ്പുറത്തുള്ള ആള് മൊബൈലിലൂടെ ഇപ്പുറത്തേക്ക്, ഇപ്പുറത്തുള്ള ആൾ അപ്പുറത്തേക്കൊക്കെ എല്ലാ കണക്റ്റും ചെയ്ത് സംഗതി നടന്ന് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ കുറഞ്ഞ കാലേ ആ ഭർത്താവിന്റെ കൂടെ ആ ഭാര്യ ജീവിക്കുന്നുള്ളൂ. ഇത്രയും കാല ജീവിതത്തിന് കൊടുത്ത നന്ദികേടാണത്. പുറത്തിറങ്ങേണ്ട ഒരാവശ്യമില്ല. അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങണം, അത് ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. അതിനെന്തെല്ലാം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിലേക്കൊന്നല്ല ഇപ്പൊ പുറത്തിറങ്ങുന്നത്. അനുസരണക്കേടിന്റെ പര്യായങ്ങളായി മാറരുത് സഹോദരിമാരെ, ദയവ് ചെയ്ത്. നമ്മുടെ തലമുറയായി വളർന്നു വരുന്ന മക്കളില്ലേ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമുക്കൊരു സുഖവും ലഭിക്കൂല. നല്ല നിലക്ക് നമ്മൾ അവർക്ക് ജീവിതം മാതൃകയാക്കി കൊടുത്തെങ്കിലേ അവരെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും ഖൈർ ലഭിക്കൂ. ഭക്ഷണം കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം മക്കൾ അനുസരിച്ച് നന്നാകും എന്ന് കരുതരുത്. നിങ്ങൾ അവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു എന്ന് മാത്രം കൊണ്ട് അവരനുസരിച്ച് നന്നാകുമെന്ന് കരുതരുത്. ഏറ്റവും വലുത് നിങ്ങളുടെ ജീവിതത്തിന്റെ സംശുദ്ധിയും പരിശുദ്ധിയും സ്നേഹജീവിതവുമാണ്. അതില്ലേ മക്കളെ ഖൈറായ രൂപത്തിൽ ലഭിക്കൂല. നിങ്ങൾ ദ്വാരുന്നത് കൊണ്ട് മാത്രം കാര്യമായില്ല. നിങ്ങള് ആ മക്കൾക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം കൊടുത്തു എന്ന് ആരോടും പറഞ്ഞിട്ട് കാര്യമായില്ല. മാതൃക കാണിച്ചു കൊടുക്കേണ്ട രൂപഭാവങ്ങൾക്ക് വഴിമാറിപ്പോയാൽ പിന്നെ എങ്ങനെയാ സഹോദരങ്ങളെ രൂപഭാവത്തിൽ ലഭിക്കുക? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പോലത്തെ മഹദിമാരുടെ അനുസരണം എത്ര വലിയ അനുസരണമാണ് നിങ്ങൾ നോക്ക്. ചെറിയ അനുസരണമാണോ? ഒരിക്കലുമല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ നിന്ന് പോകുമ്പോ രണ്ട് മുകൾ ഭാഗത്ത് ഒരു നിലയുള്ള വീടാണ്. മുകൾ ഭാഗത്ത് തട്ടുണ്ട്, താഴ്ഭാഗത്തുണ്ട്. താഴ്ഭാഗത്ത് താമസിക്കുന്നത് സ്വന്തം ഇണയുടെ ബാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബമാണ്. മേൽഭാഗത്ത് ഈ പെണ്ണും ഭർത്താവും അവരെ മക്കളും മുകൾ ഭാഗത്ത് താമസിക്കുന്നു. സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് പോവുകയാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് തായോട്ടിറങ്ങരുത്, മുകളിൽ തന്നെ നീ നിന്ന് താമസിക്കണം. സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്, ജീവിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്, ഭർത്താവ് ജോലിക്ക് പോയതാണ്. കുറെ ദിവസങ്ങൾ കഴിഞ്ഞേ ഇനി വീട്ടിലേക്ക് വരൂ. അതിനിടക്ക് സ്വന്തം ഉപ്പക്ക് സുഖമില്ലാതെയായി. ഉപ്പാന്റെ വീട്ടിലേക്ക് കുറെ ദൂരം പോകണോ? താഴ്ഭാഗത്താണ് ഉപ്പ താമസിക്കുന്നത്. ഒരേ വീടിന്റെ താഴ്ഭാഗത്ത് താമസിക്കുന്ന ഉപ്പാക്ക് അസുഖമായപ്പോ ഈ പെണ്ണൊരാളെ പറഞ്ഞയച്ചു ഇലാ ഹദറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് വിഷയം ചോദിക്കാൻ. എന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, അല്ലാ തൻസലി മിനൽ ഉലുവി ഇല സുഫിലി, മേൽഭാഗത്തുനിന്ന് തായോട്ട് ഇറങ്ങരുത്. സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ മുകളിലുണ്ട്, പക്ഷേ എന്റെ ഉപ്പാക്ക് സുഖമില്ല നബിയെ, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ബാപ്പക്ക് മക്കള് സ്നേഹം കൊടുക്കണമെന്ന് കൽപ്പിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻഗണന കൊടുത്തതറിയുമോ ഉമ്മമാരെ? തങ്ങള് പറഞ്ഞു ആ പെണ്ണിനോട്, അത്തിഈ സൗജകി, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെടൂ പെണ്ണേ, നിന്റെ ഭർത്താവിന് നീ അനുസരിക്കണം. അതുകൊണ്ട് അല്ലാഹു നിനക്ക് ഖൈർ നൽകും. നീ അനുസരിക്കണം, നീ അവിടെ തന്നെ നിന്നോളൂ. ബാപ്പാനെ ശുശ്രൂഷിക്കാൻ ആളുകൾ വേറെയും ഉണ്ട്, ഉമ്മയുണ്ട്, മറ്റു മക്കളുണ്ട്, പലരും ഉണ്ട്. ഇങ്ങനൊരു നിർദ്ദേശം ഭർത്താവ് പറഞ്ഞില്ലേ, ആ നിർദ്ദേശം നീ അനുസരിക്കണം. ഒരു ഭാഗത്തേക്ക് മാത്രം ചാരി സംസാരിച്ചതല്ല തങ്ങൾക്ക് എല്ലാ വശങ്ങളും അറിയാം. കുറച്ചുകൂടി ദിവസങ്ങൾ കഴിഞ്ഞു ഉപ്പ മരണപ്പെട്ടു. ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഉപ്പാന്റെ മുഖം അവസാനം ഒന്ന് കാണാൻ പൂതിയില്ലേ, ആഗ്രഹല്ലേ? ആ പെണ്ണ് വീണ്ടും നിർദ്ദേശാനുസരണം മാത്രം ജീവിക്കുന്ന ആ പെണ്ണ് പറഞ്ഞയച്ചു, നബിയെ എന്റെ ഉപ്പ വഫാത്തായിട്ടുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? ഭർത്താവ് വന്നോ? ഇല്ല. ഈ സൗജക്കി, തങ്ങൾ അപ്പോഴും പറഞ്ഞു, നിന്റെ ഭർത്താവിന് നീ വിധേയപ്പെട്ട് അനുസരിച്ച് കഴിയണം. പക്ഷെ അതിന്റെ സന്തോഷ ഉപ്പാക്ക് കിട്ടി.
ബുദ്ധിമുട്ടാക്കിയത് കരുതരുത്. ആ ഉപ്പാനെ ഖബറിലേക്ക് വെച്ച് കല്ലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വഹാബിനെ വിളിച്ചിട്ട് പറഞ്ഞു, വീട്ടിന്റെ മുകളിൽ താമസിക്കുന്ന ഒരു പെണ്ണുണ്ട് ആ സ്ഥലത്ത്. സ്ഥലം പറഞ്ഞു കൊടുത്തു. അവിടെ പോയിട്ട് ആ പെണ്ണിനോട് പറയണം ഒരു സന്തോഷം, അന്നല്ലാഹ ഖദ് ഗഫറ ലി അബീഹാ ബിത്വഅതിഹാ ലിസൗജിഹാ. ഖബറിൽ കിടക്കുന്ന ബാപ്പക്ക് സുഖം കിട്ടിയ സന്തോഷം പറയാണ്. മരിച്ച് ഖബറിലെത്തിയ ഉപ്പയില്ലേ, ഉപ്പാക്ക് എല്ലാം അല്ലാഹു മാപ്പാക്കി കൊടുത്തു, ഉപ്പാക്ക് എല്ലാം അല്ലാഹു പുറത്തു കൊടുത്തു. എന്തേ കാരണം? ബിത്വഅതിഹാ ലിസൗജിഹാ. ഭർത്താവിന് സ്വന്തം മകൾ വിധേയപ്പെട്ട് അനുസരിച്ചതുകൊണ്ട് ഈ മരിച്ചുപോയ ഉപ്പക്ക് വലിയ സന്തോഷം കിട്ടി. ആ പെണ്ണിനോട് പോയിട്ട് പറയാൻ, ആ മുകളിലിരിക്കുന്ന ആ പെണ്ണിന് എത്ര സന്തോഷം കിട്ടിയെന്നറിയോ? അൽഹംദുലില്ലാഹ്. ഒറ്റക്ക് ആഖിറത്തിലേക്ക് നീങ്ങിയിട്ട് ആഖിറത്തിൽ ആദ്യത്തെ കവാടമായ ഖബറിലേക്ക് എത്തിയ പൊന്നുപ്പാക്ക് യാതൊരു പ്രശ്നമില്ലാതെ നല്ല സുഖം കിട്ടിയല്ലോ, സന്തോഷം കിട്ടിയല്ലോ. ഞാൻ എന്റെ ഭർത്താവിന് അനുസരിച്ചത് കൊണ്ട് എന്റെ ബാപ്പക്ക് എന്തൊരു സുഖം കിട്ടി. നമ്മളെ ജീവിതത്തിൽ മാത്രല്ല അതിന്റെ സന്തോഷം ലഭിക്കുന്നത്, സുഖം ലഭിക്കുന്നത്. ഉമ്മമാര് നമ്മുടെ ബാപ്പക്ക്, നമ്മുടെ ഉമ്മക്ക്, നമ്മുടെ മക്കൾക്ക് എല്ലാം ഉണ്ട് ആ അനുസരണത്തിന്റെ ഗുണം. അതുകൊണ്ട് നല്ല പൊരുത്തത്തോടെ അനുസരിച്ചുകൊണ്ട് നല്ല സന്തോഷത്തോടുകൂടെ ജീവിക്കണം.